ക്രൈസ്തവർക്ക് അതിന്യൂനപക്ഷ പദവി നൽകണമെന്ന് സിറോ മലബാർ സഭ ആവശ്യപ്പെട്ടിരിക്കുന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് മുന്നിൽ ആവശ്യം ഉന്നയിച്ചു. ലിയോ 14 മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്നും മാർ റഫേൽ തട്ടിൽ ആവശ്യപ്പെട്ടു. സജോ ദേവസിയുണ്ട് വിവരങ്ങളുമായി. സജോ, ഈ മാർപ്പാപ്പയുടെ സന്ദർശനം ദീർഘകാലമായി ഇന്ത്യയിലെ സഭകളുടെ ആവശ്യം തന്നെയാണ്. അത് കേന്ദ്രമന്ത്രിയുടെ മുന്നിലേക്ക് വെച്ചിരിക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം ഈ അതിന്യൂനപക്ഷം ആവശ്യം എന്നുള്ളത് നോക്കൂ, ഒരു ഡാറ്റാബേസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ഒരുപക്ഷെ കണക്കിലെടുക്കാൻ കഴിയുന്ന അത്ര ചെറുത് എന്ന നിലയ്ക്കുള്ള ഒരു സമൂഹത്തെയാണ് അങ്ങനെ അതിന്യൂനപക്ഷം എന്ന് റെഫർ ചെയ്യാൻ കഴിയുന്നത്. അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് സഭാവൃത്തങ്ങൾ പറയുന്നത്? മാധു, BJPയെ സംബന്ധിച്ച് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കേരളത്തിൽ നടപ്പാക്കിയിരുന്നു. പക്ഷേ അത് കാര്യമായ ഫലം ചെയ്തില്ല എന്ന വിലയിരുത്തലുണ്ട്. പക്ഷേ അപ്പോഴും നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പ്രധാനമായും മികച്ച പ്രകടനം ലക്ഷ്യമിടുന്നതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് തുടരുക എന്നൊരു തീരുമാനമുണ്ട്. അതിന്റെ കൂടി ഭാഗമായാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കൊച്ചിയിലെത്തിയപ്പോൾ സിറോ മലബാർ സഭാസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ അങ്ങോട്ടേക്ക് പോയി സന്ദർശനം നടത്തിയത്. ആ ഘട്ടത്തിലാണ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മൈക്രോ മൈനോറിറ്റി പദവി സ്റ്റാറ്റസ് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നൽകണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ കാരണങ്ങൾ എന്തെങ്കിലും സഭ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഈ കാര്യത്തെക്കുറിച്ച് BJP നേതാക്കളടക്കം പറയുന്നത് സഭയ്ക്ക് മൈനോറിറ്റി അവകാശങ്ങളുടെയും അല്ലെങ്കിൽ അതിന്റെ വിഭവങ്ങളുടെയും വിതരണത്തിൽ അന്യായം നേരിടുന്നുണ്ട്, അനീതി നേരിടുന്നൊരു വികാരമുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി തന്നെ കാറ്റഗറിയായി പരിഗണിക്കണം. പക്ഷേ മൈക്രോ മൈനോറിറ്റി എന്ന നിലയ്ക്ക് മറ്റു വിഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് പാഴ്സി ആ വിഭാഗമൊക്കെ ജെയിൻ കമ്മ്യൂണിറ്റീസ് ഒക്കെ മൈനോറിറ്റിയിൽ പെടുന്നതാണ്. അവരെ മൈക്രോ മൈനോറിറ്റിയായി പ്രഖ്യാപിക്കാതെ ക്രൈസ്തവരുടെ കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു തീരുമാനം എടുക്കുക അങ്ങനെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല. പക്ഷേ അനുഭാവപൂർവ്വം ഇക്കാര്യങ്ങൾ പരിഗണിക്കാം, ഇങ്ങനെയുടെ ആവശ്യമുണ്ട്, അത് ഭരണഘടനാനുസൃതമായി പരിഗണിക്കാം എന്ന മറുപടി മാത്രമാണ് നൽകിയിരിക്കുന്നത്. സഭാവിശ്വാസികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളിലെ വർധനവടക്കമുള്ള കാര്യങ്ങളിൽ സംസാരമെങ്കിലും ഉണ്ടായോ? മാധു, ഇക്കാര്യത്തിൽ കാര്യമായ ചർച്ചകളിലേക്ക് പോയില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ക്രൈസ്തവരുടെ സുരക്ഷയെക്കുറിച്ച്, സംരക്ഷണത്തെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ മാത്രം ഉണ്ടായതായാണ് ലഭ്യമാകുന്ന വിവരം. അതിനപ്പുറത്തേക്ക് ഒരു വിശദമായ കൂടിക്കാഴ്ച അത്രയും നീണ്ടു നിന്നില്ല. വളരെ ചുരുങ്ങിയ വാക്കുകളിലുള്ള പരാമർശങ്ങളും സംഭാഷണങ്ങളും മാത്രമേ ഉണ്ടായുള്ളൂ. അതിൽ നേരിയൊരു പരാമർശം മാത്രം ഉണ്ടായതായാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്ന കാര്യം. അതോടൊപ്പം ദീർഘകാലമായി ആവശ്യം ഉന്നയിക്കുന്ന മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുക. അദ്ദേഹം വത്തിക്കാൻ രാഷ്ട്രത്തിന്റെ തലവനായതുകൊണ്ട് തന്നെ രാജ്യം ഔദ്യോഗികമായി ക്ഷണിക്കണം. അങ്ങനെ ഒരു നടപടിക്രമം പൂർത്തിയാക്കിയാൽ മാത്രമേ ഇന്ത്യയിലേക്ക് മാർപ്പാപ്പയ്ക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ ആവശ്യവും മുന്നോട്ട് വെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് നേരത്തെ ക്രൈസ്തവ സഭകൾ, വിവിധ സഭകൾ രാജ്യമെമ്പാടും നടക്കുന്ന, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾക്കും അതോടൊപ്പം മിഷണറിമാർക്കും നേരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. അത് സംബന്ധിച്ച് കാര്യമായ ചർച്ചയുണ്ടായില്ല. പക്ഷേ അത് സംബന്ധിച്ചൊരു സൂചന അല്ലെങ്കിൽ ഒരു പരാമർശം ഉണ്ടായതായാണ് ഔദ്യോഗികമായല്ല അനൌദ്യോഗികമായി സഭാ നേതൃത്വം പ്രതികരിക്കുന്നത്. ശരി, സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. അതിന്യൂനപക്ഷമായി പരിഗണിക്കണം എന്ന ആവശ്യം, ലിയോ 14 മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണം എന്ന ആവശ്യം തുടങ്ങിയവയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ സന്ദർശനത്തിൽ സഭാ നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത്.